24 ബിഗ് എക്സ്ക്ലൂസീവ്. ഉപതെരഞ്ഞെടുപ്പ് ദിനത്തിൽ സർക്കാരിനെയും CPM-നെ പിടിച്ചുലയ്ക്കുന്ന രാഷ്ട്രീയ ബോംബുമായി മുതിർന്ന CPM നേതാവ് VP ജയരാജന്റെ ആത്മകഥ. പാർട്ടിയും സർക്കാരും തെറ്റുകൾ തിരുത്തണമെന്ന് കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന ആത്മകഥയിൽ പറയുന്നു. ഇതടക്കം CPM-നെ പ്രതിരോധത്തിലാക്കുന്ന ഭാഗങ്ങൾ DC ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിലുണ്ട്. പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും DC ബുക്സിനെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്നുമായിരുന്നു EP ജയരാജന്റെ പ്രതികരണം. ഇതൊന്നും ഞാനൊരു ബന്ധമുള്ളതേ അല്ല. ഞാനിങ്ങനെ ഒരാളെ എഴുതാനും പിന്നെ പ്രസിദ്ധീകരിക്കാനും ഏൽപ്പിച്ചിട്ടുമില്ല. ഒരു DC ബുക്സുകാരും ഞാൻ ഏൽപ്പിച്ചിട്ടില്ല. ഇത് എനിക്ക് തോന്നുന്നത് ഇത് ചെയ്യാൻ വേണ്ടി ടൈപ്പ് ചെയ്ത് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള കൊടുത്തിട്ട് നേടുന്ന കുറച്ച് പേജ് വാങ്ങി എന്തോ മാനിക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് അവരുടെ എന്തോ ബിസിനസ് താല്പര്യത്തിന് വേണ്ടി എന്തോ എഴുതി വെച്ച് പ്രചരിപ്പിക്കുകയായിരുന്നു. അത് ഇന്ന് തന്നെ തിരഞ്ഞെടുത്തത് അവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ്. ഇന്ന് 10 ഉദ്ഘാടനം വെച്ചിരിക്കില്ല ആര്? അതിൽ തന്നെ ഇതിൻ്റെ കള്ളത്തരം വ്യക്തമല്ലേ? ഞാൻ എഴുതിയ പുസ്തകം ഞാനറിയാതെ ഇന്ന് പ്രകാശനാണ്. പ്രതിരോധത്തിലായ CPIM ആകട്ടെ ഗൂഢാലോചന എന്ന് പറഞ്ഞ് വിവാദത്തെ തള്ളുകയാണ്. ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒരു കാര്യവും പറയാനില്ല. പാർട്ടിക്ക് ഇതിൽ കൃത്യമായ ധാരണയുണ്ട്. സഖാവ് ജയരാജൻ തന്നെ പറഞ്ഞ ഉത്തരവാണ്. ഒരു തരത്തിലും ഞാൻ എഴുതിയതോ ഞാൻ പറഞ്ഞതോ ഞാൻ പ്രസിദ്ധീകരിക്കാൻ കൊടുത്തതോ എൻ്റെ പുസ്തകത്തിൻ്റെ ഭാഗമായിട്ടല്ല. പാർട്ടിക്കെതിരായ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വേറെ ചർച്ച ചെയ്യാം. ഇതിപ്പോൾ ഈ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട ഗൂഢാലോചനയാണല്ലോ പറഞ്ഞത് ജയരാജൻ. അത് വെച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ. അതുപോലെ കേസ് കൊടുക്കുന്നതിനെ പറ്റിയും ജയരാജൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. കൊടുക്കട്ടെ. ഇപ്പോൾ ആളുകൾ പുസ്തകം എഴുതുന്നതും അതുപോലെ തന്നെ രചന നടത്തുന്നതും ഒക്കെ പാർട്ടിയോട് മുൻകൂർ അനുവാദം വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. പുസ്തകത്തിന്റെ പ്രസാധനം നീട്ടിവെക്കുകയാണെന്ന് DC ബുക്സ് ഇതിനോടകം അറിയിച്ചു കഴിഞ്ഞു. ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന ടോബി ജോൺസണൊപ്പം R. ശ്രീജിത്ത്, തനേഷ് തമ്പി എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം ടോബി ജോൺസണിലേക്കാണ്. ടോബി, EP-യുടെ ആത്മകഥാ ബോംബ്, എന്തൊക്കെ കാര്യങ്ങൾ അതിൽ? ഉന്മേഷ്, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് കഴിഞ്ഞ കുറേ നാളുകളായി EP രാഷ്ട്രീയത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം അദ്ദേഹം മറുപടി പറയുകയാണ്. പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുകയും പാർട്ടിക്ക് സംശയത്തിൻ്റെ മുന്നിൽ നിൽക്കേണ്ടി വരികയും ചെയ്ത ഒരവസ്ഥ EP-ക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെല്ലാമുള്ളൊരു മറുപടി. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് കൺവീനർ സ്ഥാനം പോയതുവരെ ഇത്തരമുള്ളൊരു തെറ്റിദ്ധാരണയുടെ പുറത്താണെന്നാണ് ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു എഴുത്ത്. നമുക്കറിയാവുന്നതുപോലെ കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റിയതിന് ശേഷം അദ്ദേഹത്തോട് പ്രതികരണങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് താനൊരു പുസ്തകം എഴുതും, ആ പുസ്തകത്തിൽ ഇക്കാര്യങ്ങളെല്ലാം ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു കഴിഞ്ഞ കുറേ നാളുകളായി EP-യുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിലെല്ലാം EP ജയരാജന് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം തുറന്നെഴുതിയ ഒരു കാഴ്ചയാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വാർത്ത പുറത്ത് വന്നതിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ നിലപാട് മാറ്റിയിരിക്കുന്നു. താൻ അത് എഴുതിയിട്ടില്ല, ഇങ്ങനൊരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ കൊടുത്തിട്ടില്ല എന്ന അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും DC ബുക്സ് അത് അംഗീകരിക്കുന്നില്ല, ഈ ഒരു വാർത്തയെ തള്ളുന്നില്ല. കാരണം ആ വാർത്ത വന്നത് നമുക്ക് DC ബുക്സിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരത് തള്ളിക്കളയുന്നില്ല. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇനി വ്യക്തത വരുത്തേണ്ടത് DC തന്നെയാണ്. അവരത് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് നമ്മൾ നോക്കി നിൽക്കുന്നത്. എന്തായാലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് ഈ കാര്യങ്ങളെല്ലാം വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടായേക്കാം. എന്തായാലും ഈ വിവാദമായതിന് തൊട്ടു പിന്നാലെ ഈ പുസ്തകം പുറത്തിറക്കുന്നത് നീട്ടിവെച്ചിട്ടുണ്ട് എന്ന് DC ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞിരുന്ന ഇന്നലെ പ്രൂഫ് റീഡിംഗ് അടക്കം കഴിഞ്ഞ് ഇന്ന് രാവിലെയോടുകൂടി ഒരു 10:30 കഴിയുമ്പോൾ ഇതിൻ്റെ പ്രിൻറ്റിങ് കഴിഞ്ഞ് ബുക്കാകുമെന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിച്ചിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ആ ബുക്ക് കൂടി പുറത്തു വന്നിരുന്നെങ്കിൽ EP കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോയേക്കാം. എന്തായാലും നിലവിൽ EP-യുടെ സമ്മർദ്ദത്തെ തുടർന്ന് തന്നെയാണ് DC ആ ബുക്കിന് പുറത്തിറക്കുന്നത് തൽക്കാലത്തേക്ക് നിർത്തിവച്ചിരിക്കുന്നത്. അത് മറ്റൊരു ദിവസത്തേക്ക് ആക്കിയിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. ഈ വിവാദമായ സാഹചര്യത്തിൽ കണ്ടന്റ് അടക്കം ചേഞ്ച് ചെയ്യാനുള്ള സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തൊക്കെയായാലും ഇനി എന്തൊക്കെ വരാനിരിക്കുന്നു എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഈ ഒരു കണ്ടന്റിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ EP-യുടെ രാഷ്ട്രീയ ആ ഒരു യാത്രയിൽ EP-ക്ക് നേരിടേണ്ടി വന്ന വിവാദങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം മറുപടി പറയുന്നു. സർക്കാരിൻ്റെ നിലവിലെ പ്രവർത്തനത്തെ അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാർട്ടിയെടുത്ത നിലപാടുകളിൽ തെറ്റ് തിരുത്തേണ്ട സാഹചര്യമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്രത്തോളം വിവാദമായിരിക്കുന്നതും. ടോബി ജോൺസണാണ് ഈ വാർത്ത പുറത്തുകൊണ്ടുവന്നത്. ടോബിയാണ് വിവരങ്ങൾ നൽകിയത്. R. ശ്രീജിത്തും തനേഷ് തമ്പിയും കൂടിയുണ്ട്. R. ശ്രീജിത്തിലേക്കാണ്. ശ്രീജിത്ത്, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ദിവസം അതുമായി ബന്ധപ്പെട്ട് EP-യുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. എപ്പോഴിത് പുറത്തു വരുന്നത് പ്രധാനപ്പെട്ടതാണല്ലോ. ഇതെങ്ങനെ ബാധിക്കും ഈ വോട്ടെടുപ്പിനെ, ഒപ്പം കേരള രാഷ്ട്രീയത്തെ? ശ്രീജിത്ത്.
ഉന്മേഷ് സൂചിപ്പിച്ച പോലെ തുടർച്ചയായി രണ്ടാം തെരഞ്ഞെടുപ്പിലാണ് EP ജയരാജന്റെ പ്രതികരണങ്ങൾ വലിയ തോതിൽ ചർച്ചയാകുകയും അത് വോട്ടെടുപ്പിനെ അടക്കം സ്വാധീനിക്കുമെന്നുള്ള പ്രതീതി ഉണ്ടാകുന്നതും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ദിവസമാണ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച EP ജയരാജൻ സ്ഥിരീകരിച്ചതെങ്കിൽ ഇന്ന് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിരിക്കുന്നത്. എന്നാൽ ഇന്നുകൊണ്ട് തീരുന്നതല്ല EP ജയരാജന്റെ പുസ്തകം തുറന്നുവിട്ട പ്രശ്നങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ P സരനുമായി ബന്ധപ്പെട്ടുള്ള പുസ്തകത്തിലെ പരാമർശമാണ്. ഒറ്റ രാത്രി കൊണ്ട് മറുകണ്ഠം ചാടി ഇപ്പുറത്തെത്തിയ ആളെ സ്ഥാനാർത്ഥിയാക്കിയതിനെ പറ്റിയുള്ള സംശയങ്ങളും മറ്റുമാണ് EP ജയരാജൻ ഈ പുസ്തകത്തിൻ്റെ ഒരു ഭാഗത്ത് വിശദീകരിക്കുന്നത്. അതുതന്നെ ഈ പാലക്കാട് മണ്ഡലത്തിലെ പോളിംഗ് 20-ാം തീയതിയാണ് നടക്കാൻ പോകുന്നത്. വലിയ തോതിൽ ചർച്ചാ വിഷയമാകുമെന്ന് ഉറപ്പാണ്. അത്തരത്തിൽ LDFന്റെ ഒരു മുന്നേറ്റം ഉണ്ടായേക്കാം എന്ന പ്രതീക്ഷയിൽ പ്രവർത്തകർ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ ഈ EP-യുടെ ഈ പരാമർശം രാഷ്ട്രീയമായി CPIM-ന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും. മറ്റൊരു രാഷ്ട്രീയ പ്രശ്നം BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയെ EP തുടർന്നും ന്യായീകരിക്കുന്നു എന്നതാണ്. പ്രകാശ് ജാവ്ദേക്കർ ദല്ലാൽ നന്ദകുമാറുമായി ഒന്നിച്ചാണ് തന്നെ കാണാൻ വന്നത് എന്ന കാര്യം EP പറയുന്നു. അത് നേരത്തെ തന്നെ EP പറഞ്ഞ കാര്യമാണ്. അങ്ങനെയുള്ള ഒരു ചെറിയ കൂടിക്കാഴ്ചയാണ് താൻ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയത് എന്ന മട്ടിൽ ആ കൂടിക്കാഴ്ചയെ പാർട്ടി നടപടിക്ക് ശേഷവും നിരന്തരം ന്യായീകരിക്കുന്നതും ഒരു രാഷ്ട്രീയ വെല്ലുവിളിയാണ് CPIM-ന്. മാത്രമല്ല BJP-യുടെ 5 സ്ഥാനാർത്ഥികൾ മികച്ചവരാണെന്ന പ്രസ്താവനയും EP വീണ്ടും ന്യായീകരിക്കുന്നുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളാണ് രാഷ്ട്രീയമായി CPIM-ന് പ്രശ്നമുണ്ടാക്കുന്നതെങ്കിൽ സംഘടനാപരമായ ചില കാര്യങ്ങളും EP-യുടെ ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. അതിൽ തന്നെ ഒന്ന് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റിയതിനെ ചോദ്യം ചെയ്യുന്നതാണ്. കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള സംസ്ഥാന സെക്രട്ടറി തീരുമാനം വരുന്ന യോഗത്തിൽ താൻ പങ്കെടുത്തു. എന്നാൽ അതിനു മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ ധാരണയായിരുന്നു. ആ യോഗത്തിൽ താൻ പങ്കെടുത്തിരുന്നില്ല. മാത്രമല്ല തൻ്റെ ഫോറമായ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലാണ് ഇക്കാര്യം ചർച്ച ചെയ്യേണ്ടത് എന്നും EP വാദിക്കുന്നു. ഫലത്തിൽ ഇത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി കൈക്കൊണ്ട നടപടിയെ തള്ളിപ്പറയലാണ്. ശ്രീജിത്താണ് നമുക്ക് തനേഷ് തമ്പി കുറിച്ചിരുന്നു. തനേഷ്, EP ഇതിനെ തള്ളുന്നു, ഇനി എന്തൊക്കെ പ്രതീക്ഷിക്കണം EP-യുടെ ഭാഗത്തുനിന്ന്? തനേഷ്. ഉന്മേഷ്, വളരെ കൃത്യമായി ഒരു നടപടിയുടെ സൂചന EP-ക്ക് മേൽ വരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയുക. കാരണം മുൻപ് പലപ്പോഴും EP ജയരാജനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ ഉയരുമ്പോൾ അത് ഒരുപക്ഷെ തണുപ്പിക്കുന്നതും അല്ലെങ്കിൽ EP അനുനയിപ്പിക്കുന്നതുമൊക്കെ സംസ്ഥാന നേതൃത്വമാണ്. പക്ഷേ ഇത്തവണ CPIM-ന്റെ സംസ്ഥാന നേതൃത്വം അത്തരത്തിലുള്ള നിലപാടെടുക്കുമോ? പ്രത്യേകിച്ച് മുഖ്യമന്ത്രി തൻ്റെ മനസ്സ് EP-ക്ക് അനുകൂലമാക്കി മാറ്റുമോ എന്നുള്ളത് ചോദ്യചിഹ്നമാണ്. കാരണം തുടർച്ചയായി രണ്ടാം വട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ് ദിവസം ഇത്തരത്തിൽ CPIM-നെ EP ജയരാജൻ പ്രതിസന്ധിയിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അത്തരത്തിലുള്ള ആനുകൂല്യം പ്രതീക്ഷിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട് അതിൻ്റെ ഉത്തരം. എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിലുള്ളൊരു ആനുകൂല്യത്തിന് ഇനി EP-ക്ക് ലഭിക്കില്ല എന്നുള്ളതാണ്. അതിന് മുൻപ് തന്നെ ഈ പുസ്തകത്തെ പൂർണ്ണമായി തള്ളിപ്പറയുകയും അതിൻ്റെ ഉള്ളടക്കം താൻ അറിയാത്തതും താൻ തയ്യാറാക്കിയതിൽ നിന്ന് വ്യത്യസ്തമായി കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ളതുമാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം വിശദീകരിക്കുന്നത്. എന്നാൽ അത് എത്രത്തോളം പാർട്ടി മുഖവിലക്കെടുക്കും എന്നുള്ളതിനെ ബന്ധപ്പെട്ടിരിക്കും ഇനി തുടർന്നുള്ള നടപടികൾ. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, EP ജയരാജനുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങളിൽ CPIM നേതൃത്വം പറയുന്നത് EP ഒരു നിഷ്കളങ്കനാണ് എന്നുള്ളതാണ്. പക്ഷേ അതേ നിഷ്കളങ്കതയോടെ CPIM-ന് ഇനി EP ജയരാജൻ്റെ വിവാദങ്ങളെ സമീപിക്കാൻ കഴിയുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഏതായാലും അത്തരത്തിൽ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് പാർട്ടി എത്തപ്പെട്ടിരിക്കുന്നു. ആ പ്രതിസന്ധിയെ ആ ഊരാക്കുടക്ക് എങ്ങനെ മറികടക്കാൻ കഴിയും, അല്ലെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാൻ കഴിയുമെന്നുള്ള ചിന്തയായിരിക്കും ഇനി പാർട്ടി അടുത്ത യോഗങ്ങളിൽ, പ്രത്യേകിച്ച് CPIM-ന്റെ സംസ്ഥാന നേതൃയോഗങ്ങളും കേന്ദ്ര കമ്മിറ്റി യോഗവും ഒക്കെ ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്യും. ഏതായാലും പുസ്തകം പുറത്തിറങ്ങുന്നതുവരെ കാത്തിരിക്കുക എന്നുള്ളൊരു സമീപനം കൂടി എടുക്കാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്.